വിവാഹമോചനത്തെക്കുറിച്ച് നാം പതിവായി കേൾക്കുന്നതാണ്. പല സുവിശേഷകർക്ക് പോലും തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത പ്രതിസന്ധികളെ തുടർന്ന് വിവാഹമോചനത്തിലേക്ക് എത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഒരു ഭാര്യയെ 2 തവണ വിവാഹമോചനത്തിന് വിധേയനാക്കേണ്ടി വന്ന ഒരു സുവിശേഷകനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, ടെലി ഇവാഞ്ചലിസ്റ്റ് ബെന്നി ഹിന്നാണ്. ബെന്നി ഹിന്നും ഭാര്യ സുസാനും തങ്ങളുടെ വിവാഹബന്ധം ഔദ്യോഗികമായി 2ാമതും അവസാനിപ്പിച്ചിരിക്കുന്നു. ഫ്ലോറിഡയിലെ ഹിൽസ്ബറോ കൗണ്ടി കോടതി രേഖകൾ അനുസരിച്ച് 2025 നവംബർ 19 ഒരു തർക്കവുമില്ലാതെ പരസ്പര ധാരണയിൽ അവർ വിവാഹമോചനം നേടുകയായിരുന്നു. 2ാം തവണയാണ് ഇരുവരും വിവാഹമോചന ഉടമ്പടിയിൽ ഒപ്പിടുന്നതെന്നതാണ് ഈ വാർത്തയിലെ ഏറ്റവും കൗതുകകരമായ വശം. 1979 ഓഗസ്റ്റ് 4 ബെന്നി ഹിന്നും സുസാനും വിവാഹിതരായത്. അവർക്ക് 4 മക്കളുമുണ്ട്. വിവാഹത്തിൻ്റെ 31ാമത്തെ വർഷത്തിൽ പൊരുത്തപ്പെടുത്താനാവാത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവർ 2010 കാലിഫോർണിയയിൽ വെച്ച് ആദ്യത്തെ വിവാഹമോചനം ഫയൽ ചെയ്തു. അങ്ങനെ വേർപിരിഞ്ഞ അവർ 2 വർഷങ്ങൾക്ക് ശേഷം 2013 ഒർലാൻഡോയിൽ ഹോളി ലാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു സ്വകാര്യമായ ചടങ്ങിൽ 1000 പേരുള്ള ഒരു സദസ്സിന് മുൻപിൽ വെച്ച് അവർ അനുരഞ്ജനം നടത്തുകയും വീണ്ടും വിവാഹിതരാകുകയും ചെയ്തു. ഇപ്പോഴത്തെ 72ാം വയസ്സിൽ ബെന്നിഹിൻ്റെ അഭിഭാഷകൻ വിശേഷിപ്പിച്ചതുപോലെ സൗഹാർദ്ദപരമായി തന്നെ ഇരുവരും വേർപിരിഞ്ഞിരിക്കുന്നു. വേർപിരിഞ്ഞെങ്കിലും തങ്ങൾ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഒന്നിച്ച് പങ്കാളികളായിരിക്കുമെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിവാഹമോചനം എന്നതിനപ്പുറം ഇവരെ പിന്തുണയ്ക്കുകയും ഇവരുടെ മിനിസ്ട്രിയിൽ ആവേശം കൊള്ളുകയും ചെയ്തിരുന്ന ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഇവർ നൽകുന്ന ആത്യന്തിക സന്ദേശം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ വിശ്വാസം വിതയ്ക്കുക, 100 മേനി കൊയ്യുക. ക്രിസ്തുവിലുള്ള ജീവിതം ഐശ്വര്യവും സമ്പത്തും സൗഖ്യവും നിറഞ്ഞതാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ ഈ വാഗ്ദാനങ്ങൾ നൽകിയ ഒരു മനുഷ്യൻ, ആഗോള ക്രൈസ്തവ ലോകത്തെ ഏറ്റവും വലിയ ടെലി ഇവാഞ്ചലിസ്റ്റ് ബെന്നി ഹിൻ, ലോകമെമ്പാടുമുള്ള സ്റ്റേഡിയങ്ങളിൽ വിശ്വാസത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ആകർഷകമായി അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷെ തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരു വലിയ ഉടമ്പടി വീണ്ടും തകർന്നിരിക്കുന്നു. ഭാര്യ സുസാൻ ഹാർത്തേൺ ഹിന്നുമായുള്ള അദ്ദേഹത്തിൻ്റെ വിവാഹബന്ധം ഔദ്യോഗികമായി തന്നെ 2ാമതും അവസാനിപ്പിച്ചിരിക്കുന്നു. തികഞ്ഞ സമൃദ്ധിയും അനുഗ്രഹവും പഠിപ്പിച്ച ഒരാളുടെ ജീവിതത്തിലെ ഈ ആവർത്തിച്ചുള്ള പരാജയം അദ്ദേഹത്തിൻ്റെ സമൃദ്ധി സുവിശേഷം, സമൃദ്ധി ദൈവശാസ്ത്രം, പ്രോസ്പിരിറ്റി തിയോളജി എത്രത്തോളം പൊള്ളയാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഒരിക്കൽ കൂടെ തുറന്നു കാണിച്ചിരിക്കുന്നു. 1952 ഇസ്രായേലിലെ ജാഫയിൽ ജനിച്ച ടൗഫിക് ബെനഡിക്സ് ഹിൻ 1968 കുടുംബത്തോടൊപ്പം കാനഡയിലേക്ക് കുടിയേറി. 1970കളിൽ കാതറിൻ കൂൾമാൻ്റെ അത്ഭുത ശുശ്രൂഷകളിൽ ആകൃഷ്ടയായ അദ്ദേഹം അവരെ തൻ്റെ ആത്മീയ സ്വാധീനമായി അംഗീകരിച്ചു. 1983 ഒർലാൻഡോ ക്രിസ്ത്യൻ സെൻറ്റർ സ്ഥാപിച്ചതോടെ ഒരു സുവിശേഷ സാമ്രാജ്യത്തിൻ്റെ തുടക്കമാവുകയായിരുന്നു. ഈ ദൈവിക ശുശ്രൂഷ ഒരു സാധാരണ സഭ എന്നതിൽ നിന്ന് ഒരു ആഗോള സംരംഭമായി മാറിയത് വളരെ വേഗത്തിലായിരുന്നു. അസാധാരണമായ വ്യക്തിപ്രഭാവം, അത്ഭുത രോഗസൗഖ്യ പ്രാർത്ഥനകൾ, പ്രോസ്പിരിറ്റി തിയോളജിയുടെ ആകർഷണീയത, ബെന്നി ഹിൻ എന്ന സ്പിരിച്വൽ സെലിബ്രിറ്റിയുടെ അതിവേഗ വളർച്ചയ്ക്ക് ഇതൊക്കെ മതിയായിരുന്നു. സമ്പത്ത് ഒഴുകിയെത്തിയതോടെ 1987-88 കാലഘട്ടത്തിൽ ഈ സഭയുടെ ഭരണഘടന അദ്ദേഹം ഭേദഗതി ചെയ്യുകയും വാർഷിക ബഡ്ജറ്റ് അംഗീകരിക്കുവാനുള്ള സാധാരണ അംഗങ്ങളുടെ അധികാരം എടുത്തു മാറ്റുകയും ചെയ്തു. അതോടെ മറ്റാർക്കും നിയന്ത്രണമില്ലാത്ത ഹിൻ കുടുംബത്തിൻ്റെ മാത്രം പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥാപനമായി തന്നെ ഈ മിനിസ്ട്രി മാറ്റപ്പെട്ടു. ബെന്നി ഹിൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം സമൃദ്ധി ദൈവശാസ്ത്രമാണ്, പ്രോസ്പിരിറ്റി തിയോളജി. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു കരാർ അഥവാ ഉടമ്പടി ഉണ്ടെന്ന് ഈ ഉപദേശം പഠിപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ഉടമ്പടി ചെയ്താൽ ദൈവം ശാരീരിക ആരോഗ്യവും സാമ്പത്തിക സമൃദ്ധിയും ഉൾപ്പെടെയുള്ള എല്ലാവിധ ക്ഷേമവും ഉറപ്പു നൽകുന്നു. ഇതാണ് ഈ ആശയത്തിൻ്റെ അടിത്തറ. രോഗവും ദാരിദ്ര്യവും ശാപങ്ങളാണ്. എന്നാൽ ഈ അനുഗ്രഹം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ അതിനൊരു അടിസ്ഥാന മാർഗമുണ്ട്. സീഡ് ഫെയ്ത്ത് എന്ന തത്വമാണത്, അഥവാ വിത്ത് വിതയ്ക്കൽ. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് നൽകുന്ന പണം ഒരു വിത്താണ്. വിശ്വാസത്തോടെ അത് നട്ടാൽ ദൈവം നിങ്ങൾക്ക് വലിയൊരു കൊയ്ത്ത് നൽകും.
അതായത് 1 വെച്ചാൽ 10 കിട്ടുമെന്ന രീതിയിലുള്ള സാമ്പത്തിക വാഗ്ദാനമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത്. ഈ ഉപദേശം ദുർബലരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായ ആളുകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചു. സ്വർഗീയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ നിർബന്ധിതമായി പണം നൽകാൻ പ്രേരിപ്പിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണങ്ങൾ. ലോകമെമ്പാടുമുള്ള സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു കവിയുന്ന അത്ഭുത ക്രൂസേഡുകളാണ് ബെന്നിഹിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി നടത്തിയിരുന്നത്. രോഗങ്ങൾ തൻ്റെ പ്രാർത്ഥനയിലൂടെ സൗഖ്യമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇനി ഒരു വിശ്വാസിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം ഉണ്ടായില്ല, സമ്പത്തുണ്ടായില്ല എന്നൊക്കെ വരുമ്പോൾ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പ്രാർത്ഥിച്ച പാസ്റ്റർക്കല്ല, ഇരയ്ക്ക് തന്നെയാണ് എന്ന് ഈ തത്വം പറയുന്നു. കാരണം അവർക്ക് മതിയായ വിശ്വാസം ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയൊന്നും ഫലിക്കാത്തത് എന്നാണ് ഇവർ പഠിപ്പിച്ചിരുന്നത്. കർത്താവിൻ്റെ അഭിഷേകം ലഭിച്ച വ്യക്തിയെ, അതായത് ഈ ബെന്നിഹിനെ ഒന്നും ആരും വിമർശിക്കാനും പാടില്ല. അങ്ങനെ വിമർശിച്ചാൽ അനുഗ്രഹമെല്ലാം നഷ്ടപ്പെടുമെന്ന ഒരു ഭീതിയും ഇവർ പരുത്തി. ബെന്നിഹിൻ കെട്ടിപ്പടുത്ത $60 മില്യൺ ആസ്തിയുള്ള ഒരു സാമ്രാജ്യം. അന്താരാഷ്ട്ര തലത്തിൽ അവർ പല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ചാരിറ്റിയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ എല്ലാ കാലത്തും ചോദ്യചിഹ്നമായിരുന്നു. 2007 US സെനറ്റ് ഫിനാൻസ് കമ്മിറ്റി സെനറ്റർ ചക്ക് ഗ്രാസ്ലിയുടെ നേതൃത്വത്തിൽ ബെന്നിഹിൻ മിനിസ്ട്രീസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. സ്വകാര്യ ജെറ്റുകളും റോൾസ് റോയ്സ് പോലെയുള്ള ആഡംബര സൗകര്യങ്ങളും പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ നിരന്തരമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം. സുവിശേഷം പ്രസംഗിക്കാൻ നൽകിയ പണം സ്വകാര്യ ആഡംബരങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിച്ചു. ഒരു രാത്രിക്ക് $25,000 വരെ ചെലവ് വരുന്ന ആഡംബര ഹോട്ടൽ മുറികൾ, ഗൾഫ് സ്ട്രീം ജെറ്റിലുള്ള യാത്ര, അത്യാഡംബര വാഹനങ്ങൾ, ഇതെല്ലാം ദൈവം വാഗ്ദാനം ചെയ്ത സമൃദ്ധിയുടെ ജീവിതം എന്ന പേരിൽ ന്യായീകരിക്കപ്പെട്ടു. കാരണം അത് തന്നെയാണല്ലോ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവം ഒരു മജീഷ്യനെ പോലെയായിരുന്നു, അല്ലെങ്കിൽ ചോദിക്കുന്നതെല്ലാം നൽകുന്ന അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ഭൂതത്തെ പോലെയായിരുന്നു ദൈവത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. മാധ്യമ സമ്മർദ്ദങ്ങളൊക്കെ ഒത്തിരി ശക്തമായപ്പോൾ ബെന്നിഹിൻ പലതവണ തൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് പരസ്യമായി പിൻവാങ്ങിയിട്ടുണ്ട്. 2014 2018 ഈ സമൃദ്ധി സുവിശേഷം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയെന്നും താൻ പറഞ്ഞത് പലതും തെറ്റായിരുന്നെന്നും അത്ഭുതങ്ങൾ വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിത ശൈലി അദ്ദേഹം ഒരു കാലത്തും മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു. അപ്പോൾ ഈ മാനസാന്തരങ്ങൾ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി മാത്രമാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു കൂട്ടം ആളുകൾ സുവിശേഷത്തിൻ്റെ പേരിൽ നടത്തുന്ന ഈ അമിത ആഡംബരം ആഗോള ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ദരിദ്ര രാജ്യങ്ങളിൽ പോകുന്ന യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്ന മിഷണറിമാർക്ക് ഇത് വലിയ തോതിൽ ദോഷമുണ്ടാക്കുന്നു. തികഞ്ഞ വിശ്വാസം, തികഞ്ഞ അനുഗ്രഹം നൽകുമെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിക്ക് സ്വന്തം വിവാഹബന്ധത്തിൽ തികഞ്ഞ ഉടമ്പടി കാത്തു സൂക്ഷിക്കുവാൻ 2 തവണ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമാണ്. നിയമപരമായ വേർപിരിയൽ ഉണ്ടായിട്ടും ആഴമായ ആത്മീയ സ്നേഹം ഇപ്പോഴും തുടരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന്റെ പ്രസ്താവന പ്രതിച്ഛായ സംരക്ഷിക്കാനും ഈ സാമ്രാജ്യം സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായി കരുതേണ്ടിയിരിക്കുന്നു. ബെന്നിഹിൻ മിനിസ്ട്രീസ് പണം, പ്രശസ്തി, അധികാരം എന്നിവയാൽ നയിക്കപ്പെടുന്ന ഒരു ആഗോള സാമ്രാജ്യമാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള അടിസ്ഥാന വിശ്വാസം മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും അത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകറ്റിക്കളയുന്നു എന്ന ബോധ്യം, ക്രിസ്തുവിലൂടെ മാത്രമുള്ള രക്ഷ എന്ന ക്രിസ്തീയതയുടെ അടിസ്ഥാന പ്രമാണം, കൂടാതെ ക്രിസ്തീയ ജീവിതം എന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് നിത്യതയിലേക്കുള്ള ഒരു യാത്രയാണെന്ന തിരിച്ചറിവ്. ഒരുപക്ഷെ കഷ്ടതകൾ പോലും ദൈവം അനുവദിച്ചേക്കാം എന്ന ബോധ്യം എന്നീ സുവിശേഷത്തിൻ്റെ പ്രധാന സത്യങ്ങളെ ഈ ഉപദേശവും ബെന്നിഹിൻ്റെ ആശയങ്ങളും തകർത്തെറിഞ്ഞിരിക്കുകയാണ്. നാം ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: നമ്മുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ മഹത്വത്തിലാണോ അതോ നമ്മുടെ ഭൗതിക നേട്ടങ്ങളിലാണോ? യഥാർത്ഥ സുവിശേഷം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ ലോകത്തിലെ സമ്പത്തല്ല, മറിച്ച് പാപമോചനവും ദൈവവുമായുള്ള ഹൃദ്യമായ ബന്ധം പുനഃസ്ഥാപിക്കലുമാണ്. ദുരുപദേശങ്ങളെ തിരിച്ചറിയാനും സത്യത്തെ മുറുകെ പിടിക്കാനും പണം നൽകുന്നതിന് മുമ്പ് ഈ ശുശ്രൂഷകളുടെ ഫലം എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാനും നമ്മൾ തയ്യാറാകണം. ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു വിവേചന ബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ